ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചാലോ? ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ഉയ്യോ പോലെ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് വയലറ്റ് പേരയ്ക്ക. ഉൾഭാഗം റെഡ് കളറിലിരിക്കും. കണ്ടോ? എല്ലാവരും വീട്ടിലുണ്ടോ? ഇല്ലെങ്കിൽ വരെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ, നല്ലതാണ്. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് വരിക. കഴിച്ച് ഏകദേശം തീരാറായപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഇതാണ് വയലറ്റ് പേരയ്ക്ക. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് വയലറ്റ് പേരയ്ക്കയാണ്. അത് ഇന്നലെ എനിക്ക് കിട്ടിയതാണ് കേട്ടാ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല, ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ തന്നെ പ്രശാന്തേട്ടൻ പറഞ്ഞു, എന്നാ നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്ന്. ഇത് കുറച്ച് ദിവസം മുമ്പത്തെയാണ്. ഞങ്ങളുടെ മാവൊക്കെ പൂവിട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കായായി ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു കൂട്ടാ. അപ്പൊ ഇത് ഞാൻ മുമ്പ് എടുത്തു വെച്ചതാണ്, ഇടാൻ മറന്നുപോയൊരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഇന്ന് അങ്ങോട്ട് അത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ വടുകപ്പുളി നാരങ്ങയാണ്. വടുകപ്പുളി നാരങ്ങ 2 വീണ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ മരമുന്തിരിമേ കാച്ചു. അത് പഴുത്ത് തിന്നാൻ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കിളികൾ കഴിക്കുന്ന വിചാരിച്ചേ. ഇന്നലെ തൊട്ട് ഞാൻ ചേട്ടനോട് പറയാണ്, നമുക്ക് നോക്കാം മരമുന്തിരി കിളി കഴിച്ചോ പഴുത്തോ പോയോ നോക്കാമെന്ന് പറഞ്ഞു. പൂത്തട്ട് ആകെ കുറച്ച് കായാണ് പിടിച്ചുള്ളൂ. അപ്പം ഞാൻ പൊട്ടിക്കാണ് കേട്ടാ. എൻ്റെ ആദ്യമായിട്ടുണ്ടായ മരമുന്തിരി പൊട്ടിക്കട്ടെ. രാവിലെ 7 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പറമ്പിൽ വന്ന് മരമുന്തിരി പഴുത്തോന്ന് നോക്കണേ. ഇപ്പോൾ പൊട്ടിച്ചു. ഇനി ഉണ്ട് പഴുക്കണുള്ളൂ, ശരിക്കും പഴുത്തിട്ടില്ല. അടയ്ക്കൊന്ന് വീഴും പഴുത്തിട്ട് ഇതായിട്ട് 2 ചേട്ടാ. 2-3 വേറെ ഉണ്ടായില്ലേ പ്രശാന്തേട്ടാ? ഒന്നും കാണാനില്ല ചേട്ടാ. അത് മതി, ഇവിടെ നിൽക്കുന്നുണ്ട്. അത് കൊത്തിപ്പോയി ഒരെണ്ണം. പക്ഷെ കുരു കുഴിച്ചിടാല്ലേ. ആദ്യമായിട്ട് നമ്മൾ വെച്ച അടയ്ക്കാരം കാച്ചൂട്ടാ. നമ്മൾ പെരതാമസത്തിന് മുമ്പ് ഈ മരങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചപ്പോൾ കുറച്ച് അടയ്ക്കാരങ്ങൾ വെച്ചിട്ടുണ്ടായേ. അതാദ്യമായിട്ട് കാച്ചൂട്ടോ. അടയ്ക്കാരം കാച്ച്. ആദ്യത്തെ കായ്ക്കലിൽ ഇത്രേ കിട്ടിയുള്ളൂ. പിന്നെ അതേ വീണ്ടും പോയി പൂവിട്ടുണ്ട്. മുകളിൽ പോയി 2 കിട്ടി. മുകളിൽ പോയി പൂവിട്ടുണ്ട്. കണ്ടോ? ഇത് ഏത് അടയ്ക്കാരം? മംഗളയോ അങ്ങനെ എന്തോ ആണ്. വേഗം കായ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി അവർ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട. നമ്മുടെ ചുമര് ചേര ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കായ്ച്ചു. അതിൻ്റെയൊക്കെ മുകളിൽ പൂവിട്ടതുണ്ട്. പിന്നെ നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട്. കുളമ്പ് മാവാണ്, കുളമ്പ്. അത് പൂത്തിട്ടുണ്ട്. മറ്റേതും അതെ പൂത്തിട്ടുണ്ട്. എല്ലാതും പൂത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായോ? 90s കിഡ്സിന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ഇത് നമ്മുടെ കശുമാങ്ങ ചാമ്പക്കയുടെ മരം പൂക്കുമ്പോൾ, ആ പൂവടക്കം തിന്നാറുണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ പൂക്കുമ്പോൾ വരുന്ന ആ സംഭവം കൊഴിഞ്ഞു പോണതാണ്. ഇനി അത് ചാമ്പയ്ക്കാവും. കണ്ടാ? താഴെ ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് ഇത് പൂത്തത് നമ്മളറിയുക. പിന്നെ അല്ലെങ്കിൽ നമ്മളറിയാം നിറച്ച് പൂട്ട് നിൽക്കുമ്പോൾ പിങ്ക് കളർ കാണും. ഇതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മരമാണ്. ഇതൊന്ന് കാച്ച് കാണണം എന്ന്. അപ്പോൾ ആദ്യമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം പൂട്ടു, കാച്ചില്ല. ഇത്തവണ കുറച്ചധികം പൂട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കായ് കിട്ടുമായിരിക്കും. ഓക്കെ, എൻ്റെ മാംഗോസ്റ്റിന് ആദ്യമായിട്ട് പൂട്ടതാ. ആദ്യമായിട്ട്. ഓ സോ ബ്യൂട്ടിഫുൾ. ഈ വീണ് കിടക്കണ സാധനം എന്താണെന്നറിയോ? ഇതാണ് ബേറാപ്പിൾ. ആപ്പിൾ പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ബേറാപ്പിൾ. നമ്മുടെ ലുലു മാളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ മരം ഇതാണ്, മുള്ളുള്ളൊരു മരമാണ്. ആപ്പിളിൻ്റെ ഇല പോലത്തെ ഇലയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ശരിക്കുള്ള ആപ്പിളിൻ്റെ ഇലയും. ഇതാണ് ബേറാപ്പിൾ. ഇത് ഉണ്ടാവാണ്ട്, ഇത് കുറേ ദിവസം ഉണ്ടാവാണ്ട് ഈ മുള്ളും കുത്തി ഞങ്ങൾ നടന്നപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഈ വഴിയിലേക്ക് വരുന്ന കൊമ്പുകൾ വെട്ടിക്കളഞ്ഞു. ഈ കൊമ്പൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെയും കുറച്ച് കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. ആ വെട്ടിയോടുകൂടി പ്രാന്ത് പിടിച്ച പോലെ പൂട്ട് അങ്ങോട്ട് കാച്ചു. അപ്പോൾ വെട്ടിയാൽ കായ്ക്കും, ഒന്ന് പേടിപ്പിച്ചാൽ കായ്ക്കും എന്ന് പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ? നിറച്ചൊരുമിച്ച് കാച്ചു. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഈ കാണുന്നതല്ല, ഇതിലും നല്ലോണം കാച്ചിട്ടുണ്ടായി. ഒരുപാട് പിള്ളേർ എന്ത് ചെയ്തു? പൊട്ടിച്ചിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു.
വെളിച്ചെണ്ണയും ഉപ്പും മുളകും ഇങ്ങനെ വിതറിയിട്ട് കഴിച്ചു, നമ്മൾ മാങ്ങയൊക്കെ കഴിക്കണ പോലെ. പക്ഷേ ഇതിന് മാങ്ങയുടെ പോലെ പുളിയൊന്നുമില്ല കേട്ടോ, നല്ല ആപ്പിളിൻ്റെ പോലെയാണ് കറുമുറുന്നനെ, ഒരുപാട് മധുരമില്ല. നമുക്ക് 2 വടുകപ്പുളി നാരങ്ങ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ മീൻ കൃഷിയല്ല, നമ്മ ശിവ പറയണ പോലെ ഗപ്പി ഫാം കൂടി ഉണ്ട് കേട്ടോ. ഗപ്പിയും മോളിയുടെയും ഫാം കൂടി ഉണ്ട്. ഇപ്പോഴും മീനുകളൊക്കെ നല്ല ഉഷാറായി, കുട്ടികളൊക്കെ വലുതായി ഉണ്ട്. ഇതിലും ഗപ്പി ഇതാണ്, മോളീസാണ്, അത് തീറ്റിട്ടാലേ പുറത്തേക്ക് വരുള്ളൂ. ഇതിലും നിറച്ച് മോളി കുട്ടികളും വലുതായ മോളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ, ഇന്ന് ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല. നമ്മളിത് അടുത്ത പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ അബിയൊക്കെ ഉള്ളത്. അബിയൊക്കെ പൂത്തിട്ടുണ്ട്, നിറച്ച് കായുണ്ട്. പിന്നെ ദേ നമ്മുടെ മാവൊക്കെ പൂത്തിട്ടുണ്ട്. അബിയു കായൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ കുറേ അബിയു കഴിച്ചിട്ട് കിളികളാണ്. ഞങ്ങൾക്ക് വളരെ കുറച്ച് കിട്ടിയുള്ളൂ, എന്നാലും കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടി, ഒരുപാട് അങ്ങനെ കിട്ടിയില്ലെങ്കിലും നമുക്കൊന്ന് കഴിച്ചു നോക്കാനായിട്ട് കിട്ടി. ഇപ്പോഴും അബിയു അതുമ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, കിളികൾ പച്ചയ്ക്ക് തന്നെ കൊത്തിവെച്ച് പോവുക. കാണുമ്പോൾ ഒരു ആപ്പിളിൻ്റെ രൂപമാണ്. വേറെ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ട് അബിയു, ഇതേ വിതുമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞും മഴക്കാരൊക്കെ ഒരുമിച്ച് വരണോണ്ടാണോന്ന് അറിയില്ല, അതിങ്ങനെ കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ടായി. കൊഴിഞ്ഞു പോകാൻ മാത്രമല്ല, അതുമ്പോൾ നിന്നിട്ട് തന്നെ ഒരു കറുപ്പ കളറാവുക. ഇതെന്താ അറിയാം, ഇതിൻ്റെ ഇല നോക്കി എന്തൊരു ഭംഗിയാ നോക്കിയാല ഉണ്ടോ. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ആണ്. ഇലയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ നല്ല ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ തിളങ്ങ. ഈ കളർ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും അല്ലേ. ഇതുമ്മ മിൽക്ക് ഫ്രൂട്ട് ഇത് പൂത്തിട്ടുണ്ടായിരുന്നു ഒരു തവണ, ഇതുവരെ കായ പിടിച്ചിട്ടില്ല. ഇനി പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതുമ്മ ഉണ്ടാവും. നമ്മുടെ മരമുന്തിരി അങ്ങനെയായിരുന്നു. ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടേക്കായിരുന്നു മരമുന്തിരിമ്മ 3-4 മുന്തിരി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് പ്രശാന്തേട്ടൻ, ഞാൻ നോക്കിയപ്പോണ്ട് പ്രശാന്തേട്ടാ അതെ മരമുന്തിരി ഉണ്ടായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇനി എൻ്റെ ആദ്യമായിട്ട് ആയുർജാക്കാണോ ചേട്ടാ ചക്ക? അറിയില്ല, ആയുർജാക്കാണോ ഈ ചക്ക? ആയുർജാക്കുമ്മ ചക്ക ഉണ്ടായി ആദ്യമായിട്ട്. ഇതാ ഈ വക ഇതുകളെ ചേട്ടാ, ആ മോളിക്ക് ഒറ്റത്തടിയായിട്ട് പോണില്ലേ, ആ കൊമ്പ് വെട്ടണം എന്നാ പറയണേ. അപ്പൊ അടുത്ത് കുറേ ഉണ്ടാവും ചക്ക, പിന്നെ നമുക്ക് എത്തണ രീതിയിലും ഉണ്ടാവും എന്നാ പറയാ. ഇതാണ് നമ്മുടെ ചക്ക. ഇത് ആദ്യമായിട്ട് കാച്ചതാട്ടാ, 2 ചക്ക പിടിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നറിയോ, ഇത് മധുരം ലൂബിയാണ്. ആള് പന പോലെ അങ്ങോട്ട് വലുതായി പോയിട്ടുണ്ട് കണ്ടാ. ഇത് മരമുന്തിരി അല്ല, സ്വീറ്റ് ലൂബിക്കില്ലേ, മധുരം ലൂബി, അതാണ്. നിറച്ച് പൂവിടുണ്ട് എപ്പോഴും, പക്ഷേ ആളെന്തേത് എനിക്ക് കായ തരുന്നില്ല. ഞാൻ പിണക്കാണ് അതുകൊണ്ടാളോട്. പിന്നെ നമ്മുടെ കപ്പ നട്ടിട്ടുണ്ട്, ഇടയ്ക്ക് പറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കുരുവിന് തേയ് മുളച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്, അത് പൂടുണ്ട്. എന്താ സ്റ്റാർ ഫ്രൂട്ട് പൂടുണ്ട്, കുടപ്പുളി പോലത്തെ ഒരു സംഭവമില്ലേ അത്. പിന്നെ പ്ലാവുമ്മ ചക്ക 2-3 പിടിച്ചിട്ടുണ്ട്. പുതിയ ഇതാണ് ഞാൻ പറഞ്ഞ അടയ്ക്കാരങ്ങൾ നമ്മൾ വെച്ചതാണ്. അതൊക്കെ അതാ കാച്ച് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ, എൻ്റെ ഭർത്താവ് പോയിന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ പറമ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ആ പോലെ വെട്ടിയിട്ടേ അമ്പലത്തേക്ക് കൊടുക്കണം. അമ്പലത്തേക്കായിട്ട് വെച്ചേക്കണ വാഴയത്. ഓക്കെ. എൻ്റെ ആങ്ങളി നാത്തൂരും വന്നിട്ട് പറമ്പിൽ ഭയങ്കര പണിയാണ് കാണിച്ചു തരാം. വൈകുന്നേരം ആയിട്ടാ. 6 മാസം വേണ്ടോ കൊള്ളിയാവനെങ്കിൽ. അപ്പൊ അടുത്ത ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങൾ കൊള്ളി വിൽപ്പനയുണ്ട്. അപ്പൊ അതിനുള്ള കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നനയ്ക്കാറുണ്ട് പറമ്പ്. നനയ്ക്കാൻ പാടില്ല, കൊള്ളി അറിയില്ലേ, കൊള്ളി കൃഷിക്ക് നനയ്ക്കരുതെന്നാ പറയാ. പക്ഷെ ഞാൻ ഇവിടെ എല്ലാം നനയ്ക്കാറുണ്ട്, അതാണ് ഇത്ര വലുപ്പത്തിൽ കിട്ടണെന്ന്. ഇവിടെ ഇങ്ങോട്ട് വരുവോ? ഒമ്പോ ഞങ്ങളുടെ മൂവാണ്ടം പൂത്തേക്കണോക്കെ ഇല കാണാണ്ട് പ്രാന്ത് പിടിച്ച് പൂത്തുണ്ട്. പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ, പ്രശാന്തേട്ടൻ അങ്ങനെ അറിയാം, പ്രാന്ത് പിടിച്ച് പൂത്തുണ്ട്. ഇനി വേറൊരു കർഷകീനെ കാണിച്ചു തരാം.
എന്റെ ദൈവമേ കോലോണ്ട് അമ്പോ ഇത് കലക്കാനാ. ഇതിന്റെ ഒരെണ്ണം മുമ്പ് ഞാൻ മാന്തി എടുത്തിട്ടുള്ളതാ. ഇതും അതാണ് നിർത്താറുള്ളത്. ഇവത്തെ കൊള്ളിക്കല്ലേ സൈഡ് മണ്ണ് മാത്രം മാറ്റിയാ മതി. പതുക്കെ എടുത്തോളൂ, ചെലപ്പോ അങ്ങോട്ടൊക്കെ ഉണ്ടാവും. കപ്പയും കമ്പും കഷ്ണം കൊണ്ടാക്കിയാൽ മതി. പറഞ്ഞു കൊടുക്കാം മണി. ഈ ജാനുവിന് അമ്മണി വന്നു കഴിഞ്ഞാ പിന്നെ ഉണ്ടല്ലോ, അമ്മണി വന്നു കഴിഞ്ഞാ പിന്നെ ആ സ്ലേങ്ങ. ഇനി നിങ്ങള് രാത്രി ആയിട്ട് പോയാ മതി. ഇപ്പൊ ജാനു പറയുന്ന അമ്മൂട് ഇത് ഉണ്ടപ്പനാന്നോണ്ട് അത് ഒരു സാധനം ഉണ്ട് ഇങ്ങനെ കോലരി പോലത്തെ. ഓസ് ഇങ്ങോട്ട് വലിക്ക. അമ്മ വരുമ്പോ ഓസ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓസ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് സന്തോഷാവണ ഒരു സാധനം കാണിച്ചു തരാം. എന്തോരണ്ട അവിടെ ചേമ്പോ. ഇതിന്റെ കളർ അതെന്താന്ന് വിചാരം, ഇത് ഞാൻ പറിക്കാറില്ല. ഇത് ഇങ്ങനെ ഒടിച്ചെടുക്കാറുള്ളൂ. എവിടെ ഒടിഞ്ഞിട്ടില്ല, എവിടെ ഒടിഞ്ഞല്ല. ഇത് ഞാനേ പറിക്കാറില്ലടാ. ഇതിന്റെ അമ്മ മാറമ്മേ വെട്ടുകത്തി ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വെട്ടിയാ പോരെ. വെട്ടുകത്തി ജാനു മാറിക്കൂ. ഓക്കെ ആക്ക വേവ് അമ്മക്ക് തോന്നുന്നു. അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങോട്ട് അമ്മണിക്ക് കൊണ്ടോണ്ടല്ലോ അല്ലേ. അമ്മണി ചാക്കിൽ ഉണക്കി കൊണ്ടുവരല്ലേ അല്ലേ. അതിന്റെ ആ കിളിന്തു കൊമ്പും കുത്തിക്കോടാ. ഞാൻ ഈ കുഞ്ഞു കൊമ്പാടാ കുത്താറ്. കത്തിണ്ട്. ജാനു പോയിട്ടേ ഇതൊക്കെ കുത്തു നീ. ഇതൊക്കെ കുത്തടെ. ഞാനതല്ല പറഞ്ഞത്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു പറക്കേണ്ട, അതിനുള്ള കുത്തിയിട്ട് പോവാൻ. അതുണ്ട്. ഞാൻ അതിന്റെ അടിയിന്ന് മാന്തി എടുത്ത് അതിനൊരു മരാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ശീലം. പിന്നെ പറിക്കാൻ വേണ്ടിട്ട് കുഞ്ഞു തണ്ടത് അവിടെ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ പറിച്ചാ ചെറിയ കഷ്ണാക്കിട്ട് വെറുതെ കുത്തിയങ്ങൾ കൊടുത്താൽ മതി. ഇങ്ങനെ മണ്ണ് തൈലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആക്കുമ്പോഴാണ് കിട്ടാത്തത്. ഈ വെറുതെ കുത്തണേല് നന്നായിട്ടുണ്ടാവും. അതിന്റെ സൈഡിലൊക്കെ ഓരോന്ന് കുത്തി കൊടുത്തോ. അവസാനം വരുമ്പോ വൈകുന്നേരമായില്ലേ, ഇനി ചേട്ടന്മാര് വരും അച്ഛനാന്ന് ചോദിച്ചു. ആയിരിക്കും. നിങ്ങൾ ഇനി രാത്രി പോയാ മതി. പോവണ കാര്യം അവര് പോവാണ്ട കാര്യം ആലോചിച്ചല്ലേ. നീ അത് ഓർമ്മിപ്പിക്കണോ ജാനു? നടല് കഴിഞ്ഞ ശ്രീകുട്ട അവിടെ നീ ഒരു കൊമ്പ് കുത്തിച്ചാരി വെച്ചിട്ടാ പോന്ന ഓർമ്മയില്ലേ? നട്ടോ വേറൊരു കൊമ്പ് രണ്ടാണ് ഞാൻ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടായി. അപ്പൊ കൊഴപ്പില്ല. ഇനി ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേ അങ്ങോട്ട് പൊക്കോ. ഇനിയിപ്പൊ ഡമ്പല് എടുക്കണ്ടല്ലോ. വെയിറ്റ് ആയില്ലേ? പോട്ടെ. കുട്ടി കഷ്ടപ്പെടണ്ടല്ലോ. അധ്വാനമായി ഫുഡുമായി. ഞാനും മാറ്. ഇപ്പൊ എന്നെ കുളിപ്പിക്കമ്മ. ചെരുപ്പോ? ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. അതിന് ഈ 2 കഷ്ണം കുത്തിയിട്ടൊന്നും കാര്യമില്ല. അല്ല എന്താ റിപ്പീറ്റ് അടിച്ച് വീണ്ടും
കൊറേ കുത്ത് ഞാൻ അവിടെ കൊമ്പ് കൊണ്ടിട്ടുണ്ട്. നീ കൊമ്പില്ലാണ്ടാച്ച വിഷമം വേണ്ട. അമ്മേനെ അന്വേഷിച്ചാ അതിവിടെയടി ഞാൻ കഴുകാന്ന് പറഞ്ഞത് കണ്ട. ഈ പൈപ്പ് തുറന്ന ഈ താഴെ വെച്ച് കഴുകാം. 10 കിലോ ഉള്ള കപ്പ. ഇതാ ബെസ്റ്റ്. ഇത് അടിപൊളിയായിരിക്കും. അതേ അടിപൊളിയാവുള്ളൂ. ഇത് പക്ഷെ അത് ഇതിൽ ഈ സൈഡ് ഇതാ അത് കുറച്ച് നല്ലതാണ്. ഫോട്ടോ എടുത്ത് എനിക്ക് ചോട്ടാ. അമ്മണിയുടെ അധ്വാനം. അമ്മണി കോലോണ്ട് തോണ്ടി നിന്നെ അങ്ങോട്ട് മാറിയേ. ഞാൻ പറിക്കാന്ന് തന്നെ ഇറങ്ങി അമ്മണി. അതിനുള്ള മറ്റേ ആയുധം അല്ല, ആയുധം നിന്റെ കയ്യിലായി പോയി, അതുകൊണ്ടാണ്. അല്ല അമ്മണിയെ, അല്ല ഇത്രയും വലിയ ഇത് പറിച്ചെടുത്ത ഇവിടുന്ന് ഓടിഞ്ഞേ. നല്ല കൈക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചോ. സാധനം ഇരിക്കണോ? മൂട് പോയി. ആരാ വന്നേണോ നോട്ടെ. നംശോ ഇങ്ങോട്ട് വാ. അമ്മ വെട്ടെത്തി പോരെ. വെട്ടെത്തി ആ ഇങ്ങോട്ട് കയറ്റിക്കോ. നംശോ ആരാ വന്നേക്കണേ? നീ ഇതൊന്ന് വീഡിയോ എടുക്കാം. അവര് ഞാൻ വെട്ടെത്തി ഇതില് നമശിവ് കടിച്ചൊരു ഭാഗമുണ്ട്. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. ഇതാണ് നമശിവ് കടിച്ചത്. രാത്രി വിശക്കുമ്പോ കാരണന്റെ പാടം കാണാം. പല്ലിന്റെ പാട് കൃത്യമായിട്ടുണ്ട് ഈ ഏരിയയിൽ കാണാം. ഇവന്റെ വായുമായിട്ട് നിന്റെ സൈഡിൽ തിരിച്ച് മുഖത്തിൽ തിരിച്ച് ഇവന്റെ പല്ല് നോക്കട്ടെ ഫ്രണ്ടിത്തെ. കറക്റ്റാ കറക്റ്റാ. പണ്ട് ഞാനും ഇതുപോലെ കാരാറിന് സംശയം കുഞ്ഞില്ല. എന്റെ വടിയും കൊണ്ടാണോ അന്നേക്കണേ അമ്മായി? അത് ചേച്ചി കളഞ്ഞത് അത് വേണ്ടെന്നാ പറഞ്ഞത്. ഇവിടെയൊക്കെ വേസ്റ്റ് ആക്കണം. അങ്ങനെ നീക്കി വെച്ച പോരെ. അതെ അവിടെ വേസ്റ്റ് അല്ലേ, ഒരുമിച്ച് തൂത്തൂട്ട് കളയും. ജാനു ഇത്തിരി നീങ്ങണേ. ഇതൊക്കെ പക്ഷെ ഈ സൈഡ് നല്ലതാണല്ലോ. പക്ഷേ അത് എലി കയറണ്ടല്ലേ. അവിടെ അത് വെട്ടിട്ട് ബാക്കി നോക്കാം. എഴുതോട്ടെ മറന്നോ മേളിന്ന് വെട്ടെ. പത്രം പോവാണ്ടിരിക്കും. പോവാൻ മാത്രം പോവാൻ മറ്റേ 2 എണ്ണം ഉണ്ട് അതോടെ. അതല്ലോ നല്ല കഷ്ടം കളഞ്ഞേ. കറി വെക്കാൻ കേട്ടാ. ഇതൊക്കെ നല്ല കറി വെക്കാൻ ഇങ്ങോട്ട് നോക്ക്. അമ്മയോട് ചോദിച്ചോ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങോട്ട് നോക്ക്. ചേച്ചി ഈ ഭാഗം നല്ലല്ലേ? ചെയ്ത് നോക്കിക്കേ. അല്ലേ ഇത് നല്ലല്ലോ. ഇത്ര കയറ്റി പറ്റുന്ന ചൗക്കി കുറച്ചുകൂടി തിന്നെ. നല്ലത് ഇതാണ് ബെസ്റ്റ് സാധനം. ഇത് കളയാല്ലേ? അത് ചൂട് ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് സൈഡിലത്. അതാണല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.